എൻ്റെ അടുത്ത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു 10 കോടി ഉണ്ടെന്ന് അല്ലെങ്കിൽ 1 കോടി ഉണ്ടെന്ന് എനിക്ക്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ബാക്കിയുള്ള എൻ്റെ എമർജൻസി എല്ലാം അവിടെ ഇതാക്കിയുള്ളൂ, എനിക്ക് അതിനെപ്പറ്റി അറിയണ്ട. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് വന്ന് പറഞ്ഞ് ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, അത് ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു 20 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എനിക്ക് ഈക്വൽ പാർട്ണർ ആവാമെന്ന് പറയണം. അപ്പോൾ എനിക്കിവിടെ ഈ 1 കോടി ഇരിക്കണതിൻ്റെ പേരിൽ എനിക്ക് 20 ലക്ഷം മാറ്റി വെച്ചെന്ന് വെച്ചാൽ എൻ്റെ ബാക്കിയുള്ള ലൈഫ് സ്റ്റൈലിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഞാൻ അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഞാൻ ആ 20 ലക്ഷം കൊടുത്ത്, ആ 20 ലക്ഷം ചിലപ്പോൾ ഇയാൾ ചിലപ്പോൾ 5 കൊല്ലം കൊണ്ട് ചിലപ്പം 5 ടൈംസ് ആക്കി തരും. നല്ല ബിസിനസ് ആണെങ്കിൽ അത് കണ്ണി കണ്ട ബിസിനസ്സിന് ചെയ്യരുത്. നമുക്ക് ആ പ്രൊമോട്ടറൊക്കെ മനസ്സിലായി ആ റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് 1 കോടി വേണം. എൻ്റെ അടുത്ത് 10 ലക്ഷം ഉള്ളെങ്കിൽ എനിക്കിതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റുമോ? ക്യാപിറ്റൽ കൂടുന്തോറും നമ്മുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്തൊരു നല്ലൊരു, എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് 1 കോടി ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും ബുദ്ധിമുട്ടില്ല. അതെയോ? ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞ ഇതും കേട്ടിട്ട് സ്കാം ആയിട്ടൊന്നും തന്നെ എടുക്കല്ലേ. അതല്ല, ഇപ്പൊ നിഖിൽ സാർ വരുന്നത് കാത്തിരിക്കുന്ന കുറെ ആൾക്കാരാണ് നമ്മുടെ ഈ ക്യാമറ ക്രൂ മെമ്പേഴ്സ് ഒക്കെ. കാര്യം അവരും കുറച്ച് ഇതിൽ നിന്നുള്ള ടിപ്സ് എല്ലാം കേട്ടിട്ട് അവരുടെ പേഴ്സണൽ ബഡ്ജറ്റിംഗ് ഒക്കെ ഒന്ന് മാറ്റണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ. ഈ ക്യാമറക്കാരോട് എല്ലാവരോടും പറയുന്നത്, എന്നെ ക്യാമറക്കാരൊക്കെ എന്നെ നിങ്ങളുടെ അസോസിയേഷൻകാരൊക്കെ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു, എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട്, പണ്ടേ തുടങ്ങിയിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നിട്ടൊരു ക്ലയൻ്റാണ്. അപ്പോൾ പുള്ളി നമ്മൾ പറഞ്ഞ എല്ലാവരും ഡൈഹാർഡായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ മനുഷ്യനാണ്. അങ്ങേരുടെ അടുത്ത് മിനിമം നെറ്റ് വർത്ത് ഈ പറഞ്ഞ പൈസയൊക്കെ ഉണ്ടാവും ഇപ്പം ചെയ്തിട്ട്, എല്ലാം ഈ പറഞ്ഞ സൈപ്പിൽ കൂടെ ചെയ്തിട്ട് മാത്രം പുള്ളി എത്തിയേക്കണത്. പുള്ളിക്ക് പാസീവിംഗ് ആയിട്ട് 10-25,000 രൂപ കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ കാര്യം. ഇതെല്ലാവരും ഈ ഒറ്റയടിക്കുണ്ടാക്കിയിട്ടുള്ള മനുഷ്യനല്ല കേട്ടോ, കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ആളാണ്. എന്നാലും പ്രോബബ്ലി ഓരോരുത്തരുടെ കപ്പാസിറ്റി പോലെ ആയിരിക്കില്ല എത്ര ഇയേഴ്സ് അല്ലെങ്കിൽ എത്ര ടേം കൊണ്ട് നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. വളരെ സിമ്പിൾ. നിങ്ങൾക്ക് മാസം എത്ര രൂപ മാറ്റി വയ്ക്കാൻ പറ്റും? 15,000 രൂപ മാറ്റി വയ്ക്കാൻ പറ്റും. ഈ സാധനം എല്ലാ മാസവും എല്ലാ വർഷവും നിങ്ങൾക്ക് അതിലൊരു 10% റേസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ 1 കോടി തൊട്ട് 15 കൊല്ലത്തിനുണ്ടാവും. അത്രേ ഉള്ളൂ ചെയ്യണമെങ്കിൽ. കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പ്രോസസ്സ് ചെയ്യണം. കൺസിസ്റ്റൻ്റ് ആയിട്ട്. ഇപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇതെല്ലാം 8ാം ക്ലാസ്സിൽ മാത്സ് ആണ്ടാ പറയണത്, ഇതിന് വലിയ ദൂരമൊന്നും വേണ്ട ഈ പറഞ്ഞ സാധനത്തിന്. നമുക്ക് എല്ലാ 100 രൂപ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും അതിലേക്ക് 1% 1 രൂപ ഞാൻ ആഡ് ചെയ്യാന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? ആ 100 രൂപ ഡബിൾ ആവാനായിട്ട് 100 ദിവസം എടുക്കും അല്ലേ? സിമ്പിൾ മാക്സ് 1 രൂപ വെച്ചിട്ട്. അതിന് പകരം ഞാൻ 1 രൂപ എന്നുള്ളതിന് പകരം 1% ആക്കണം. അപ്പോൾ 1% ആക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം 100ൻ്റെ 1%, പിന്നത്തെ ദിവസം 101ൻ്റെ 1% ആണ്. പിന്നെ അതിൻ്റെ 1% ആഡ് ചെയ്യുക, ആ പെർസെൻറ്റേജിന് ഇതിനാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുക്കും ഡബിൾ ആവാനായിട്ട്? 70 ദിവസം എടുക്കുള്ളൂ. 30 ദിവസം ലാഭിക്കുക. ശരി, 30 ദിവസം ലാഭിക്കുക. നിങ്ങൾ എന്ത് പണിയെടുക്കണമെങ്കിൽ, ബിസിനസ്സുകാരനാണോ ജോലിക്കാരനാണോ, എടുക്കണ പണിയിൽ വൃത്തിയായിട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടുക. ലാഭം അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം കിട്ടാനുള്ള കേപ്പബിലിറ്റി കൂട്ട്, ചിലവ് കൂട്ടല്ലേ. അതും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കുറയ്ക്കല്ലേ. കാരണം ലൈഫ് സ്റ്റൈൽ കുറച്ചാൽ നിങ്ങൾക്ക് ബോറടിയോ, പിന്നെ നിങ്ങൾക്ക് പണിയെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. കാരണം നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് പണിയെടുക്കാനുള്ള എനർജി കൂടും, നിങ്ങളുടെ ഇൻകം കൂടും, സേവിങ്സ് കൂടും. നിങ്ങൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഇതിനൊന്നും ഷോർട്ട് കട്ടൊന്നുമില്ല. ഇപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ മോനായിട്ട് സൈക്കിളിന് പോയ ടൈമിൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ കുറേ കയറി പറയും കേട്ടോ. എന്നാലും എനിക്ക് തോന്നുന്നത് ഇത് പറയാവുന്ന ഒരു സാധനമാണ്. കാരണം വെച്ചാൽ ഒരു പയ്യൻ ഏതാണ്ട് 20-22 വയസ്സുള്ള പയ്യൻ ലോട്ടറി എടുക്കണം. അപ്പോൾ ഞാനും മോനും കൂടി സൈക്കിളിന് പോകുന്ന ടൈമിൽ ഞങ്ങളിങ്ങനെ ഒന്ന് പതുക്കെ നിർത്തിയിട്ട് ഇവനോട് സംസാരിച്ച്, ലോട്ടറി എടുത്തില്ല എന്നൊക്കെ ഞാൻ ചിരിച്ച് സംസാരിച്ചു. അപ്പോൾ ലോട്ടറി ഞാൻ എടുക്കാറുണ്ട്, സ്ഥിരം എടുക്കാറെന്ന് പറയും. അപ്പോൾ ഞാൻ ചിന്തിനി ലോട്ടറി എടുക്കുന്നത്, ഞാനൊരു എനിക്കറിയണ ഒരു റെസ്റ്റോറൻറ്റിലെ വെയിറ്ററാണ്. അപ്പോൾ പുള്ളിക്ക് പറഞ്ഞു, ഒന്നും ശമ്പളമില്ല അണ്ണ, തമിഴാണ്, ശമ്പളമൊന്നും ഇല്ല അണ്ണ, അപ്പോൾ എനിക്ക് ഈ ലോട്ടറി അടിച്ചിട്ട് വേണം എനിക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇയാൾ എനിക്ക് കേട്ടിട്ട് പോകുന്നതിന് ചിലപ്പോൾ ഒരു 22-23 വയസ്സുള്ളൂ. അപ്പോൾ ഏകദേശം പുള്ളി 1 വർഷമായിട്ട് ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്ന ആളാന്ന് പറഞ്ഞു. 30 രൂപ വെച്ചിട്ട് എല്ലാ ദിവസവും തീർക്കണ്ടാവും. 40 രൂപ ഈ 40 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം 40 രൂപ, 40 × 30 എത്രയാണ് നോക്കിയേ, ഏകദേശം 1,200 രൂപയില്ലേ. ഈ 1,200 രൂപയ്ക്ക് SIP ചെയ്താൽ പോരെ? 10 ലക്ഷം വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇയാൾക്ക് 10 ലക്ഷം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾക്കുള്ള ധൈര്യം ആലോചിച്ച് നോക്കി. കറക്റ്റ്. ഈ പറഞ്ഞ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് മില്യനാറാണോ അധ്വാനിച്ചിട്ട് മില്യനാറാണോ?
ഇത്രേ ഉള്ളൂ സിമ്പിൾ. ഈ ചോദ്യം പറഞ്ഞതിൽ. പിന്നെ ഈ പറഞ്ഞ ഇത്തരം ടിപ്സും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങയുടെ ഒരു ലൈഫിൻ്റെ ഒരു അനുഭവത്തിലൂടെ കൂടെ പറയുന്നതാവാം. ഞാൻ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത്. നമ്മുടെ തലയ്ക്ക് മുകളിലുള്ളൊരു വാള് പോലെ നമ്മളെ ഒരു കടബാധ്യതയിൽ നിന്ന് കയറി വന്ന ഒരാളാണ്. ഓക്കെ, അത്തരം പ്രോസസ്സ് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നിട്ട് അതിൻ്റെ ഒരു മധുരപ്രതികാരമാണോ ശരിക്കും പറഞ്ഞാൽ ആ സെക്ടറിൽ തന്നെ, ആ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു അഡ്വൈസറായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായിട്ടോ മാറാൻ കഴിയുക എന്നുള്ളത്? അല്ല, ഇതിൽ സത്യം പറഞ്ഞാൽ പ്രതികാരമല്ല. ഞാൻ നമ്മൾ ശ്രീധരനോട് സംസാരിക്കുന്ന ടൈമിൽ ഞാൻ പറയായിരുന്നു, സത്യം പറഞ്ഞാൽ ഈ കടന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ളൂ. കാരണം അവർ എന്നെ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. ഇപ്പോൾ സാധാരണ കടമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ പട്ടിണി എന്നൊക്കെ പറയും. എൻ്റെ വീട്ടിൽ എൻ്റെ ചെറുപ്പത്തിലത്തെ ഫോട്ടോ കാണണം, തടിച്ച് കൊടുത്തിരിക്കുന്നു. ഇതിലും അപ്പം ശരിക്കും എൻ്റെ ഒരു ഭാഗ്യത്തിന് അച്ഛൻ ബിസിനസ് ചെയ്തിരുന്നു. ആ ബിസിനസ്സിൽ നിന്നാണ് നഷ്ടം ഉണ്ടായത്. പിന്നെ അച്ഛൻ്റെതായ ഫാമിലി ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് അവരുടേതായ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ അച്ഛന് കടം ഉണ്ടായി. പക്ഷേ അമ്മയ്ക്ക് ആ ടൈമിൽ ജോലി കിട്ടി. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഉദ്യോഗസ്ഥയായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ശമ്പളം കറക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് ഈ കടമൊക്കെ ഉണ്ടായിരുന്ന ടൈമിലാണെങ്കിൽ അച്ഛന് ഗൾഫിലൊക്കെ പോകേണ്ട സിറ്റുവേഷനൊക്കെ കടം വീട്ടാനായിട്ട്. പക്ഷേ അന്നൊക്കെ അങ്ങനെയുള്ള ഒന്നുമില്ലെങ്കിൽ ഗൾഫിൽ പോകാൻ. പക്ഷേ ഒന്നും നേരെയില്ല. പിന്നെ അച്ഛൻ തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് അച്ഛൻ LIC ഏജൻസി എടുത്തിട്ട്. അപ്പോൾ LIC ഏജൻസി അച്ഛൻ പിന്നെ ഈ അച്ഛൻ്റെ മൂട്ടിൽ നല്ല ഫയർ ഉണ്ടായിരുന്നു. കാരണം കടം വീട്ടണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ പണിയെടുത്ത്. പിന്നെ ഈ കടം ഉള്ളവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ അച്ഛൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എടുത്താൽ മതി. ഞാൻ ജനിച്ചന്ന് തുടങ്ങിയിട്ട് കടയിൽ നിന്നാണ് കേട്ടിട്ടുള്ളത്. അന്ന് കടം വീട്ടാനായിട്ട് ഞാൻ MBA കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം ഒരു 10, 18, 20 വർഷം എടുത്ത് ഈ കടം ഒന്ന് മാറിക്കിട്ടാനായിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കടമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, എന്തെങ്കിലും കുറുക്ക് വിധി കാണിച്ചിട്ട് അടുത്ത വർഷം കടം വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അടുത്ത ക്രെഡിറ്റ് കാർഡ് എടുത്ത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ പറ്റില്ല. നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ താഴെ പോകുള്ളൂ. അത് ഒരിക്കലും ചെയ്യരുത്. അതിന് പകരം നമ്മൾ കൃത്യമായിട്ടൊരു പണിയെടുത്തിട്ട് അതിൽ നിന്ന് ഇൻകം ഉൽപ്പാദിപ്പിക്കാന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ചിലവ് കുറയ്ക്കാം. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് വീടൊക്കെ ജപ്റ്റ് ചെയ്ത് വാടക വീട്ടിലേക്കൊക്കെ പോയി. എന്നിട്ട് ഫസ്റ്റ് വീടൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വളരെ ചെറിയ വീട്ടിലേക്കാണ് നമ്മൾ പോയതൊക്കെ. അപ്പോൾ ആ ലെവലിൽ നിന്ന് നമ്മൾ ഒരു കൊല്ലത്തിനുള്ള കുറച്ചും കൂടി നല്ല വാടക വീട്ടിലേക്കൊക്കെ മാറി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എൻ്റെ ലൈഫിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുള്ള കാര്യം. അപ്പോൾ പക്ഷേ അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ അനുഭവിച്ചിട്ടില്ല. അതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും. അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു അച്ഛൻ. അമ്മ ഫിനാൻഷ്യലി ബിസിനസ് കാര്യത്തിലും എല്ലാത്തിലും അമ്മ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാരൊക്കെ സ്ത്രീകളുടെ ഉന്നമനമൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം അവർ ഉന്നമനമുള്ള ആൾക്കാരല്ലേ, ഇനി എന്തിനും ഉന്നമനി അങ്ങനത്തെ ഒരു ടൈപ്പാണ്. വെരി പവർഫുൾ അല്ലേ, അവരുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഭയങ്കര ആണുങ്ങളെക്കാളും പവർഫുൾ ആണെന്ന് പറയാം. ശരിക്കും എൻ്റെ അമ്മൂമ്മയൊക്കെ ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻറ്റ്. അവരൊന്നും വലിയ ധനികരൊന്നും ആയിരുന്നില്ല. പക്ഷേ അതൊരു വലിയ കാര്യമാണല്ലോ. നമ്മുടെ ഫാമിലി ബഡ്ജറ്റ് പ്ലാനിങ് എന്ന് പറയുന്നതും ഒരു വലിയൊരു കാര്യം തന്നെയല്ലേ. അവിടെ നിന്നാണല്ലോ ഇതിന്റെ ഒരു ബേസിക് സാധനം, ഒരു എലമെന്റ് വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവൻ ഇപ്പോൾ പല സ്ത്രീകളും വർക്ക് ചെയ്യണവരുണ്ട്. ചില വർക്ക് ചെയ്യണവരാണെങ്കിൽ ഇവർ പൈസ മാനേജ് ചെയ്യലാണ്. അവരൊക്കെ ഇപ്പോൾ പൈസ മാനേജ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഞാനീ പറയുന്നത് കൂടുതലും എൻ്റെ ഓഡിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ക്ലയൻസ് വെച്ചാൽ മിക്കതും ഈ മണി ടോക്സ് വീഡിയോ കാണുന്നവരാണ്. അപ്പോൾ അവരുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് സാധാരണ കേരള ഓഡിയൻസിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും. കാരണം ഈ കണ്ടന്റ് ഇഷ്ടപ്പെടണമെങ്കിൽ ഇതിന് താല്പര്യമെങ്കിലും വേണമല്ലോ. എക്സാക്ട്ലി. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഒരു അസംഷൻ ചിലപ്പോൾ കേരള സൊസൈറ്റിനെ പറ്റി ചിലപ്പോൾ കറക്റ്റ് ആവില്ല. കാരണം എൻ്റെ ഓഡിയൻസിനാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ അവരുടെ മെച്യൂരിറ്റി കുറച്ചും കൂടി കൂടുതലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുവെ ആളുകൾ ഇത് ചെയ്തു വരുന്നുണ്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. നമുക്ക് എത്ര പേഴ്സൻറ്റേജ് ലാഭം കിട്ടാന്നുള്ളതല്ല, നമുക്ക് എത്ര ശമ്പളം കൂട്ടാനുള്ള സ്കിൽ സെറ്റ് നമുക്കുണ്ട്, ശമ്പളം കൂട്ടുന്നുണ്ട്, നമ്മൾ ഒരു മിതത്വത്തിൽ നമ്മളെങ്ങനെ ജീവിക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ ഒരു സന്തോഷത്തിന് കൺട്രോൾ വരുന്നില്ല പൈസ വിചാരത്തിൽ. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ തന്നെ കുറച്ചും കൂടി ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കടത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും വീട്ടിലത്തേക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ കണ്ടന്റ് വഴി എനിക്ക് ആൾക്കാരെ മനസ്സിലാവും കടം വരാൻ ടൈമിൽ ഇവരെ തിങ്കിങ് ഒക്കെ എന്താണെന്നുള്ളത്, കോൺഫിഡൻസ് ലെവൽ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ
ഞാൻ പണ്ടൊക്കെ ഞാൻ നേരിട്ട് തന്നെ വർത്തമാനം പറഞ്ഞിട്ട് കുറേ ചെയ്യാൻ നോക്കാം. ഇപ്പം എനിക്ക് സമയം അധികം കിട്ടാറില്ല. അതിൻ്റെ പേരിൽ തന്നെ ഞാൻ കുറേയൊക്കെ ഞാനിങ്ങനെ ഒരു കോഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർക്ക്. ഇങ്ങനെ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എനിക്കെന്താണ് പറയാനുള്ളത് ഞാൻ ആ കോഴ്സിൽ ഒരു മണിക്കൂറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ്? മൊബൈൽ ആപ്പ്? ആ മൊബൈൽ ആപ്പ് ഉണ്ട്, ഒരു മണി ടോക്സ് എന്നൊരു ആപ്പ് ഉണ്ട്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അതേ സെയിം പേരിൽ തന്നെയാണോ മണി ടോക്സ് എന്നൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് ചെറിയൊരു ഇതൊന്നും ഞാൻ ഈ കോഴ്സ് ചെയ്യാൻ വേണ്ടി പറയണമെന്നല്ല കേട്ടോ. ഇതിൽ വേറെ ഒന്നുമല്ല, ഞാൻ പറയാനുള്ള കാര്യം ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആകെ പറയാനുള്ളതുള്ളൂ, കടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് അതിൽ നിന്ന് തിരിച്ചു വരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കോഴ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. എന്നിട്ട് അത് ചെയ്തിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും നടക്കാനില്ല. അത് നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 3 വർഷത്തിനുള്ളിൽ ചെറിയ കടമുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും. ഇനി വലിയ കടമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൺട്രോൾ കിട്ടും. ഞാൻ കമ്മിങ് ഔട്ട് ഓഫ് കടം എന്നുള്ളതിനെ കുറിച്ച്